അല്ല, അത് അവർ പരാതി കൊടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും? അവർ തെറ്റായ പരാതിയാണ് കൊടുത്തത്. ഞാൻ അവർക്ക് എന്താണ് അല്ല ഞാൻ പറഞ്ഞത്, അവർക്ക് നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ, നിങ്ങൾ അന്വേഷിക്കുകയും കൂടി വേണമല്ലോ. നിങ്ങൾ അന്വേഷിച്ചപ്പോൾ എന്താണെന്ന് കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാൻ പറയില്ല, ഞാൻ പറയണത് ശരിയല്ല. എന്താണ് കാര്യമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താ കാര്യമാണെന്ന്. അല്ല, രണ്ടാമത്തെ കാര്യം ഈ ഒരു കുണ്ടറയിലെ കസ്റ്റഡി മരണ ആരോപണം ജൂൺ 16 ഒരു ആൺകുട്ടിയെ കാണാതായ പരാതിയിലാണ് കസ്റ്റഡിയിലെടുത്തത്. 17 വിട്ടയച്ചു. സംഭവം നടന്നു 13 ദിവസത്തിന് ശേഷം ജൂലൈ 2 സിയാദിന് നാട്ടുകാരനായ ഒരു യുവാവിൽ നിന്നും മർദ്ദനമേൽക്കുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. കുണ്ടറയിലെ കേസ് 13 ദിവസത്തിന് ശേഷം പോലീസ് വിട്ടയച്ച് 13 ദിവസത്തിന് ശേഷം ഒരാൾ മർദ്ദിച്ചു. ജൂലൈ 25 അതായത് ആളെ വിട്ടയച്ചത് 17-ാം തീയതിയാണ്, ജൂൺ 17-ാം തീയതി. ഒരു മാസവും കഴിഞ്ഞ് ജൂലൈ 25 തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് ചികിത്സയിരിക്കെ മരിച്ചു. പോസ്റ്റ്മോർട്ടം മെഡിക്കൽ റിപ്പോർട്ട് സിയാദിൻ്റെ മരണം ഹെപ്പറ്റൈറ്റിസ് രോഗബാധ മൂലമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. സംഭവത്തിൽ ആഭ്യന്തര മന്ത്രാലയം DGPയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. പിതാവിൻ്റെ സഹോദരൻ നൽകിയ മൊഴിയുടെയും ജൂലൈ 2 സംഭവങ്ങളുടെയും അടിസ്ഥാനത്തിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് വിശദമായ അന്വേഷണം നടത്തും. റിപ്പോർട്ട് വന്ന ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും. അല്ല, അത് അന്വേഷിക്കട്ടെ. പോലീസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കട്ടെ. ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് അന്വേഷണം. നിങ്ങൾ പറഞ്ഞല്ലോ ഇത്രയും ഗ്യാപ്പുണ്ട്, എന്നിട്ടും അത് അന്വേഷണം നടത്താതെ തള്ളിക്കളയല്ല ചെയ്ത്. അന്വേഷണം നടത്തുകയാണ്. ഒരു സംഭവം ഉണ്ടായാൽ അന്വേഷിക്കണം. അല്ല, ഇത് പറഞ്ഞാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞിട്ടും ഗവൺമെൻറ് എന്താ തീരുമാനം എടുത്തേക്കണത്? സർക്കാർ തീരുമാനം എടുത്തേക്കണം. ഞാൻ മൊഴിയുടെ കാര്യമാണ്. സർക്കാർ എടുത്തേക്കണ തീരുമാനം എല്ലാ അടിസ്ഥാനത്തിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് വിശദമായ അന്വേഷണം നടത്തും. ആ റിപ്പോർട്ട് വന്നാൽ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ തീരുമാനമെടുക്കും.